സ്വാഭാവികമായി രണ്ടുപേരോടും ആളോട് ചോദിച്ചു ഞാൻ. അപ്പോൾ ആൾ സംസാരിച്ചില്ല. ആളുടെ രീതി അങ്ങനെയാണ്. പിന്നെ ഇല്ല, അങ്ങനൊന്നും പറഞ്ഞില്ല. ആൾ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോയി. കുട്ടിയുടെ അമ്മയോട് ഞാനാണ് വരാൻ പറഞ്ഞത്. അത് എക്സാം നടക്കാതിരിക്കുകയായിരുന്നു ഈ കുട്ടിയുടെ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ളൊരു മോഡൽ എക്സാം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഈ കുട്ടി സെക്കൻഡ് ബാച്ചിലാണ്. അപ്പോൾ സെക്കൻഡ് ബാച്ചിലാണ് കുട്ടി. അപ്പം ഞാൻ അതേപോലെ പബ്ലിക് എക്സാം വേറെ നടക്കുന്നുണ്ട്, പ്രാക്ടിക്കൽ എക്സാം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളുടെയും റെക്കോർഡിൻ്റെ ഫ്രണ്ട് പേജ് ഞാൻ സൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഞാൻ സൈൻ ചെയ്യുന്നതും സീൽ വെക്കുകയും ചെയ്യാറുണ്ട്. അപ്പം ഇന്നലെ ആണെങ്കിൽ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ എടുക്കാൻ വേണ്ടി ഒരു അധ്യാപകൻ മണക്കാട് സ്കൂളിൽ പോയതുകൊണ്ട് റൗണ്ട് സീൽ എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പഴയ സീലാണ് ഓഫീസിലുള്ളത്. ആ സീല് വെക്കാനായിട്ട് കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞു വിടുക ചെയ്യുക. അപ്പോൾ ഓഫീസിൽ സംഭവിച്ചതിനെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് ഇപ്പോൾ അങ്ങോട്ട് പോയതെന്ന് ചോദിച്ചു. അപ്പം നീ പോകാൻ കാരണം നിൻ്റെ കയ്യിൽ റെക്കോർഡ് ഇപ്പോൾ അവൻ്റെ ഞാൻ സൈൻ ഇട്ടിട്ടില്ലായിരുന്നു. കാരണം സെക്കൻഡ് ബാച്ചിലുള്ള കുട്ടിയാണ്. ഉച്ച കഴിഞ്ഞാണ് റെക്കോർഡ് കൊണ്ട് തരേണ്ടത്. അപ്പോൾ അവൻ്റെ ഇതല്ല. അപ്പോൾ ചോദിച്ചപ്പോൾ കുട്ടി തന്നെ എന്നോട് പറഞ്ഞു എൻ്റെ അല്ല ടീച്ചർക്ക് വേറൊരാളുടെ കൊണ്ടാണ് പോയെന്ന് ചോദിച്ചാൽ ആരുടെയാണെന്ന് ചോദിച്ചിട്ട് ആൾ പറഞ്ഞില്ല. ആരുടെയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും കാര്യം ചോദിച്ചു, എല്ലാവരും ചോദിച്ചു. ഞാൻ സംസാരിച്ചു. പിന്നെ ഞാൻ തിരക്കിലായതുകൊണ്ട് മറ്റു അധ്യാപകരും അവനോട് സംസാരിച്ചു. പിന്നെ അത് ശാന്തമായി, കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ക്ലർക്കുമായിട്ട് അവിടെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ലാബിലായിരുന്നു. ലാബ് നമ്മുടെ മുകളിലാണ്. അപ്പം ഞാൻ എക്സാമിന് നിൽക്കുകയാണ്. ടീച്ചർ അതിനുശേഷം അന്വേഷിച്ചിരുന്നു എന്താണ് സംഭവം ചോദിച്ചാൽ അയാൾ അങ്ങനെ സംസാരിച്ചില്ല. ക്ലർക്ക് പരാതിയായിട്ടല്ല പറഞ്ഞത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ, നമുക്ക് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ, ഞാനാണല്ലോ സീൽ വെച്ച് തരുന്നതെന്ന് പറഞ്ഞു. കുട്ടിയുടെ അമ്മയോട് ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞിട്ടില്ല. രണ്ടും ഉണ്ടായിട്ടില്ല എന്ന് മാഡം പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് രക്ഷകർത്താക്കളെ വിളിച്ചു വരുത്താൻ വേണ്ടി ശ്രമിച്ചത് മാഡം? എങ്ങനെ ഇപ്പൊ പറയുന്നത് ഈ ക്ലർക്ക് അങ്ങനെ സംസാരിച്ചില്ലെന്ന് മാഡം? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, ഇപ്പൊ പറഞ്ഞത് അങ്ങനെയാണ്? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ക്ലർക്ക് പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ ലാബിലായിരുന്നു. ഞാൻ അറിയില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ അവിടെ ചെന്ന് അവിടെ സംഭവിച്ചു ഞാൻ അറിഞ്ഞിട്ടില്ല. പരാതിയുമില്ല, ക്ലർക്ക് അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്തിനാണ് രക്ഷകർത്താക്കൾ? ക്ലർക്ക് പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സാർ. ഞാൻ അവിടെ ഇവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്, രക്ഷകർത്താവിനെ വിളിച്ചത്. ഇല്ല ഇല്ല ഇല്ല. അല്ല, കുട്ടി റെക്കോർഡ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് സെക്കൻഡ് ബാച്ചിൻ്റെ കൂടെയാണ്. അതിന് ഇന്ന് പരീക്ഷ നടക്കാനുള്ളതാണ്. അത് സൈൻ ചെയ്ത് സ്പൈറൽ ബൈൻഡ് ചെയ്താൽ മാത്രമേ ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഇല്ല 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 അവൻ്റെ കയ്യിൽ റെക്കോർഡ് ഉണ്ട്. ഞാനത് എന്നിട്ട് അത് കഴിഞ്ഞ് മോഡൽ എക്സാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അല്ലല്ല, അവൻ സീല് വെക്കാൻ പോയത് അവന്റെ റെക്കോർഡല്ല. അല്ല, അത് ഞാൻ സൈൻ ചെയ്ത് കൊടുത്താലേ സീല് വെക്കാൻ പോകും. പിന്നീട് ആ കുട്ടിയുടെ റെക്കോർഡ് സൈൻ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് സീലും വെച്ച് ഞാൻ തന്നെ സീൽ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് ഫ്രണ്ടിലത്തെ കടയിൽ എന്തോ സ്പൈറൽ ബൈൻഡ് ചെയ്യാൻ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മേടിച്ചിട്ടേ പോകാവൂ, കാരണം രാവിലെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ആയിരിക്കും. ആൺകുട്ടികളുള്ള ബാച്ച് ഫസ്റ്റ് ബാച്ചാണ്. അല്ല, കുട്ടി മോശമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പം അത് അറിയിക്കാൻ വേണ്ടി കുട്ടി തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു ക്ലർക്കുമായിട്ട്. അങ്ങനൊന്നും എന്നോട് പറഞ്ഞില്ല. അല്ല, കുട്ടി എന്നോട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ? ക്ലർക്കിനോട് നമ്മൾ വിശദീകരണമാണ് ചോദിക്കുന്നത്. ക്ലർക്കിനോട് ചോദിച്ച ആളൊന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത്. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് എക്സാം സാധാരണ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ കുട്ടിയുടെ വീട്ടിൽ വിളിച്ച് പറയുക, അത് ഇവിടുത്തെ രീതിയാണ്. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ്. ഇന്ന് ലീവാണെന്ന് എൻ്റെ അടുത്ത് വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. അതായത് ഈ അധ്യാപിക പറഞ്ഞിട്ടാണ്, ടീച്ചർ പറഞ്ഞിട്ടാണ് ഈ കുട്ടി സീൽ എടുക്കാൻ പോയത്? അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം, കാരണം എൻ്റെ സീൽ എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. റൗണ്ട് സീൽ വെക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ. അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനത് കണ്ടിട്ടില്ല. കാരണം ഞാനിവിടെ എക്സാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എക്സാം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു.
പരിശോധിക്കാൻ സാറേ ഈ സമയമാവണല്ലേ ഉള്ളൂ ക്ലർക്ക് ഇല്ല എത്തിയിട്ടില്ല. ക്ലർക്കിനോട് വിശദീകരണം ചോദിക്കണം. ക്ലർക്ക് പറഞ്ഞേക്കുന്നത് വാട്സപ്പിലൂടെ ഒരു അവധി അപേക്ഷ അയക്കണം. അതൊന്നും ഒരു പ്രോപ്പർ ചാനൽ ചെയ്യുന്ന കാര്യമല്ല. ഇതിനകത്ത് സംഭവം ഉണ്ടായിട്ട് ക്ലർക്ക് നേരത്തെ അവധി അപേക്ഷ തന്നതാണോ അല്ലെങ്കിൽ പോയിട്ടുണ്ട്? കാരണം അല്ല, ക്ലർക്ക് രാത്രിയിൽ ഇങ്ങനെ ഇട്ടേക്കുന്ന, രാത്രിയിൽ ഇട്ടെന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെയാണ് കാണുന്നത്. ഞാനത് തുറന്ന് നോക്കിയിട്ടില്ല. വാട്സപ്പ് വഴിയാണോ ഇവിടെ ലീവ് ചോദിക്കുന്നത്? അല്ലല്ല, ലീവ് ഫോം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഔദ്യോഗികമായി അദ്ദേഹം ലീവിലല്ല എന്നാണ് മാഡം പറയേണ്ടത്. അങ്ങനെ പറയുമ്പോൾ ക്യാഷ്വൽ ലീവ് അത്യാവശ്യത്തിന് എടുക്കും, അവർ വിളിച്ച് പറയും, വന്നിട്ട് തരിക. അങ്ങനെയാണ് വാട്സപ്പിലൂടെ അല്ല, കമ്പ്യൂട്ടർ ലീവ് അങ്ങനെയൊക്കെയുള്ള മാത്രം നേരത്തെ തരാറ്. പക്ഷേ ആ സീൽ എടുത്താൽ അത് ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആ കുട്ടിയുടെ പഠന സംവിധാനത്തിൽ സീൽ ചെയ്യാൻ വേണ്ടി മാത്രമാണല്ലോ അത് ഉപയോഗിക്കുക. സ്കൂളിന്റെ ഒഫീഷ്യൽ സീലാണത്. വേറെ തരത്തിൽ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയില്ലല്ലോ. ആ കുട്ടി അങ്ങനെ സഹായിക്കണം, അങ്ങനെ എടുത്തതിന് ആ കുട്ടി അങ്ങനെ മോശമായി ആ കുട്ടിയോട് സംസാരിക്കണം. ഇല്ല, അങ്ങനെ നമ്മൾ സംസാരിക്കാറില്ല. അല്ല, സംസാരിക്കണം, അതാണ് ചോദ്യം. ക്ലർക്ക് അല്ല ആക്ച്വലി ഇതിൽ ഇടപെടുന്ന ആള്, ക്ലർക്കല്ല. എന്തെങ്കിലും പരാതി ലഭിച്ചിരുന്നോ? അല്ല, ഈ കുട്ടിയായിട്ട് പ്രശ്നമൊന്നുമില്ല. ക്ലർക്ക് നമുക്ക് ക്ലർക്ക് 2 വർഷമായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്, 2 വർഷമായുള്ളൂ. ഒരു കാര്യത്തിൽ മാത്രം വ്യക്തത വരുന്നില്ല. അതായത് എന്താണ് സാർ? ക്ലാർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥിയും തമ്മിൽ തർക്കം ഉണ്ടായെന്ന് പറയപ്പെടുന്നു. പക്ഷേ അത് കുട്ടി തന്നെ മാഡത്തിനോട് പറഞ്ഞു എന്നും പറയുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ക്ലാർക്കിനോട് ഇതുവരെ ഒരു വിശദീകരണം ഇന്നലെ ഈ പകൽ ഉണ്ടായിട്ടും തേടാതിരുന്നത്? കാരണം ഒരു തർക്കം ഉണ്ടായി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും തേടേണ്ടതല്ലേ? സ്വാഭാവികമായി 2 പേരോടും ആളോട് ചോദിച്ചു ഞാൻ. അപ്പോൾ ആള് സംസാരിച്ചില്ല. ആളുടെ രീതി അങ്ങനെയാണ്. പുള്ളി അത് പിന്നെ തള്ളാനോ കൊള്ളാനോ തയ്യാറായില്ല. അതുകൊണ്ട് സംഭവത്തെക്കുറിച്ച് പുള്ളി ഇല്ലാന്നാണ് പറയുന്നത്. ഇല്ല, അങ്ങനൊന്നും പറഞ്ഞില്ല. പക്ഷെ അതേ ആളത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോയി. കുട്ടിയുടെ അമ്മയെ വിളിച്ചുകൊണ്ട് വരാൻ പറയും. കുട്ടിയുടെ അമ്മയോട് ഞാനാണ് വരാൻ പറഞ്ഞത്. അത് വേറൊന്നിനുമല്ല, ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് നമ്മൾ അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെയാണ് സാറ്. മേഡം ചോദിച്ചിട്ട് മറുപടി നൽകാത്ത ക്ലർക്കിനോട് പിന്നീട് വിശദീകരണം ചോദിച്ചില്ല. സ്വയമേ ആ വിഷയം വന്ന് പ്രിൻസിപ്പലിനെ അറിയിച്ച ആ കുട്ടിയുടെ വീട്ടിൽ വിളിച്ച് രക്ഷകർത്താക്കിനെ വരാനാണ് മാഡം പറഞ്ഞിട്ടുള്ളത്. ആ കുട്ടിയോട് മോശമായിട്ടോ രക്ഷകർത്താവിനോട് മോശമായിട്ടോ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല അതിൽ.